ഫെബ്രുവരി 1 കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. മിന്നും നക്ഷത്രമായി കൽപ്പന 22ാം ചരമവാർഷികം ഇന്ന്. ഫെബ്രുവരി 1 എത്തുന്നത് ആകാശത്തോളം പരന്ന ഒരു നോവിൻ്റെ ഓർമ്മയുമായാണ്. 22 വർഷം മുമ്പ് ഇതേ ദിനത്തിലാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരികെ വന്ന കൊളംബിയ എന്ന നാസയുടെ സ്പേസ് ഷട്ടിൽ തീപിടിച്ച് ആകാശത്ത് കത്തിനശിച്ചത്. അപ്പോൾ ഇതിൽ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ലാസ്റ്റത്തെ ഒരു സെൻറ്റൻസ്. 1997 ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ വനിതയെന്ന നേട്ടം കൈവരിച്ചു. 2003 രണ്ടാം യാത്രയ്ക്ക് ശേഷമുള്ള മടക്കത്തിനിടെയാണ് മരണം. അപ്പോൾ കൽപ്പന ചൗളയുടെ 22ാം ചരമവാർഷികമാണ് ഇന്ന്. ബഹിരാകാശത്ത് കൂടുതൽ നടന്ന വനിതയാണ് സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് നടത്തം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന യാത്രികയെന്ന റെക്കോർഡ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് സ്വന്തമാക്കി. ഇതുവരെ 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത നടന്നത്. ഇന്നലത്തെ നടത്തം 5 മണിക്കൂറും 26 മിനിറ്റും നീണ്ടു. അപ്പോൾ നാസയുടെ ഐതിഹാസിക ബഹിരാകാശ യാത്രികയായ പെഗ്ഗി വിറ്റ്സൻ്റെ റെക്കോർഡാണ് തിരുത്തിയത്. ആകെ 60 മണിക്കൂറും 21 മിനിറ്റുമാണ് പെഗ്ഗി ബഹിരാകാശത്ത് നടന്നത്. കഴിഞ്ഞ ജൂൺ മുതൽ സുനിത വില്യംസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതുവരെ 9 തവണ സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബഹിരാകാശത്ത് കൂടുതൽ നടന്ന വനിത എന്ന റെക്കോർഡ് ആർക്കാണ്? സുനിത വില്യംസിനാണ്. ഈ വർഷം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാൻശു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശുഭാൻശു. ശുഭാൻശുവിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പോവുക. ഇൻഡോ-US സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാസ ഗഗൻയാൻ യാത്രികനെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് എസ് സോമനാഥിനും വിശാഖ ഹരിക്കും മള്ളിയൂർ പുരസ്കാരം കിട്ടി. മള്ളിയൂർ പുരസ്കാരം ആർക്കാണ്? എസ് സോമനാഥിനും വിശാഖ ഹരിക്കും. ജി പ്രിയങ്കയാണ് പാലക്കാട് കളക്ടർ. നിർമ്മലയ്ക്ക് ഇരട്ട നേട്ടം. ഇന്ന് 8ാം ബജറ്റ്. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡ്. അപ്പോൾ 7 എന്ന റെക്കോർഡ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറികടക്കും. ഇന്നത്തെ അവതരണം കൂടി പരിഗണിച്ച 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ പ്രണബ് മുഖർജിക്കൊപ്പം 3ാം സ്ഥാനത്ത്. ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൽ നിലവിൽ വന്ന 952 ഏപ്രിലിന് ശേഷം തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മൊറാർജി ദേശായിക്കായിരുന്നു 6 എണ്ണം. തുടർച്ചയായി കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച മറ്റ് ധനമന്ത്രിമാരാണ് മൻമോഹൻ സിംഗ്, യശ്വന്ത് സിൻഹ, പി ചിദംബരം, പ്രണബ് മുഖർജി, അരുൺ ജെയ്റ്റ്ലി എന്നിവർ. സച്ചിന് BCCI ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന് സമ്മാനിക്കും. ബുംറയ്ക്കും സ്മൃതിക്കും BCCI പുരസ്കാരം. സാമ്പത്തിക സർവേയിൽ കേരളത്തിന് പ്രശംസ. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ റിപ്പോർട്ടിൽ പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് എന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.